ചെറുക്കം വരുമെന്നല്ലേ പറഞ്ഞത്? എന്താ അച്ഛൻ? നമസ്കാരം. ആള് വന്നിട്ടില്ലേ? ഏതാള്? ആളുകളൊക്കെ കല്യാണത്തിന് പോരെ? അല്ല അച്ഛൻ. എന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് കാലായി. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ വല്ലവന്റെ അച്ഛന്റെ കാര്യം എനിക്ക് പറയേണ്ടതുണ്ടാ? നിങ്ങൾ പെണ്ണിനെ വിളിക്ക്. ഇവളൊരു കിളിന്ത് പീസാണല്ലേ. നടന്ന ലാട്ടറിയാ. അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിച്ചോളൂ. ഈ കാലത്ത് പെമ്പിള്ളേർക്ക് അങ്ങനെ വല്ലതുകൊണ്ടാ? അങ്ങോട്ട് ഇരിക്ക്. കുട്ടി എനിക്ക് ഇഷ്ടമായി. അല്ല ആളെപ്പെടാ വരാന്ന് പറഞ്ഞ തുടങ്ങിയതാണല്ലേ ആളാളെന്ന് പറഞ്ഞോണ്ട് തന്നെ എനിക്ക് ഇഷ്ടമായി. എന്നോട് എന്തെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ. പേഴ്സണലായിട്ട് സംസാരിക്കാനാണെങ്കിൽ ചെറുക്കനോട് സംസാരിക്കാം. ചെറുക്കന്റെ അച്ഛനോട് സംസാരിക്കുന്ന എങ്ങനെയാ? താൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. പെണ്ണ് എനിക്കാ, പയ്യൻ ഞാൻ. അപ്പൊ ഈ ഫോട്ടോ അതി കാണുന്നത് ഞാന്. മോളെ ഒന്ന് നിക്ക് മോളെ, പറയട്ടെ. എടാ കുപ്പേ, കോളേജിൽ പഠിച്ചപ്പെടുത്ത ഫോട്ടോയും കൊണ്ട് വയസ്സാം കാലത്ത് പെണ്ണ് കാണാൻ വന്നിരിക്കുക. കുറച്ച് ലേറ്റ് ആയെന്നല്ലേ ഉള്ളൂ. കുറച്ച് ലേറ്റാ? ജീവിതം അവസാനിക്കാറായില്ലടാ. താൻ എന്തിനാ വെറുതെ കണ്ടുകിട്ടുന്നേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സൈന്യത്തിൽ ഹീറോ ആരാ? അത് മമ്മൂട്ടി. താപ്പാനേലോ? അത് മമ്മൂട്ടി. അങ്ങനെ ഫാൻസ് കുറഞ്ഞോ കൂടിയാ? പിന്നെ കൂടി. അതായത് 20 വർഷം മുമ്പ് മമ്മൂട്ടിയെ ഇഷ്ടപ്പെട്ട അതേ ആൾക്കാരെ ഇപ്പോഴും അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഫോട്ടോയിൽ എന്നെ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ എന്തുകൊണ്ടാ ഇഷ്ടപ്പെടാത്തെ? ഫാൻസ് വേറെ പെണ്ണ് വേറെ എന്ന് ആര് പറഞ്ഞു? രണ്ടു ഒന്നാ. പഴക്കം കൂടി എന്ന് പറഞ്ഞ് വീഞ്ഞ് ഈ ലോകത്താരെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കണോ? പറയണോ? ഇല്ല. ഇതും അതുപോലെ തന്നെ. വയസ്സൽപ്പം കൂടിപ്പോയെന്നേ ഉള്ളൂ. യൗവനത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല. മര്യാദയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാം, ആ പെൺകൊച്ചിനെ വേഗം വിളിച്ചോണ്ട്. ഹലോ, വിളിച്ചു വരുത്തിയത് അടിക്കാനാണെങ്കിൽ കൊട്ടേഷൻ ഞാൻ അങ്ങോട്ട് തരും. സിറ്റിയിലെ ഗുണ്ട കീരി ബാബുജി അറിയോ? എന്താ തനിക്കറിയോ? എന്റെ ഒരു ഒറ്റ ഫോൺ കോളിൽ അവൻ വന്ന് നിന്നെ പോക്കും. ഇനി ഇതെന്റെ വാശിയാ. ഈ പെണ്ണിനെ ഞാൻ കെട്ടിയിരിക്കും. അണ്ണൻ കീരിബാബുന്റെ ആളാ. ചെറുക്കം വരുന്നു പറഞ്ഞോണ്ടാ കത്തിയും വെടിവാളൊക്കെ മാറ്റി വെച്ച്. അണ്ണാ ഇവനെ കാച്ചേക്കട്ടെ. നിർത്ത്. കാര്യങ്ങൾ ഇപ്പോഴാ മനസ്സിലായത്. ഇവിടെ ചോരപ്പുഴ ഒഴുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ജിംഖാന ഗ്രൗണ്ടിലേക്ക് വാ. തുടരുത്. ഞാൻ ഒറ്റയ്ക്കാ. നിങ്ങൾ 20 പേരുണ്ട്. ഒരു 20 പേരെ കൂടെ കൂട്ടിക്കോ, അല്ലെങ്കിൽ 40 പേരെ കൂട്ടിക്കോ. നിനക്കൊന്നും എന്റെ രോമത്തെ തൊടാൻ കഴിയില്ല. പൂഴിക്കടകൻ എടുക്കും ഞാൻ. അവിടുന്ന് ജീവനും കൊണ്ട് ഓടിയ എന്റെ പുറകെ കുറെ ദൂരം വന്നിട്ട് അവന്മാര് തിരിച്ചുപോയി. പക്ഷെ എന്റെ ഫോൺ നമ്പർ അവരുടെ കയ്യിലുണ്ടല്ലോ. ഈ ഭൂമി മലയാളത്തിലുള്ള സകല തെറികളും അവന്മാരെനിക്ക് മെസ്സേജ് അയക്കുക. ഇടയ്ക്കിടയ്ക്ക് കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാനറിയാതെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചോ? അമ്മാവാ, ടീനേജിലെ ഫോട്ടോയും കൊണ്ട് ഈ പ്രായത്തിൽ പെണ്ണ് കാണാൻ പോയ തെറ്റല്ലേ? അതിനേക്കാളും വലിയൊരു തെറ്റ് എനിക്ക് പറ്റി. കീരി ബാബുജിയുടെ പേര് പറഞ്ഞു. ഈ കാര്യം അവരെക്കാരും പറഞ്ഞ അവൻ നേരിട്ട് തന്നെ തട്ടു. അമ്മാവന് പേടി ആ കീരി ബാബുനല്ലേ? അത് ഞാൻ മറ്റേ തരാം. മുതലെ കൂട്ടി കൊണ്ടുപോയി നമ്മുടെ തല വെച്ച് കൊടുക്കണോ? പെട്ടുപോയില്ലേ? ഒരു കൈ നോക്കാം. അമ്മാവൻ വാ. ഹായ് മച്ചു. എങ്ങോട്ടാ? ബാബുജി കാണാം. അണ്ണൻ അവിടെ ഒരു കേസ് ഡീൽ ചെയ്തോണ്ടിരിക്കുക. വെറ്റി. എന്തുവാടേ? ഈ ഏരിയയുടെ അവകാശം മുഴുവൻ ഞങ്ങൾക്കാടാ. നീ അതിനകത്ത് കയറി വിരകും. എന്റെ പേരിലാണെങ്കിലും പ്രോപ്പർട്ടിയിലാണെങ്കിലും കൈവച്ച കൊന്നുകളയും. അമ്മാവാ, എന്താടാ? അങ്ങോട്ടും നോക്കി. എടാ മോനെ, അമ്പലത്തിൽ പോയ ഭക്തി മാത്രമേ പാടുള്ളൂ. പൂജാരിയുടെ മോളെ ലൈൻ അടിക്കാൻ നോക്കല്ലേ. മുഖത്ത് ഇരിക്കടാ, തിരിക്ക്. പോ അമ്മാവാ, ഞാൻ ശരിക്കും ഒന്ന് കണ്ടോട്ടെ. വെറുതെ ഇരിക്കാം അമ്മാവാ. ഞാനിവിടെ കല്യാണം കഴിച്ചാലേ ഇന്നലെ അമ്മാവനോടാന്ന് കണ്ട പെണ്ണിന്റെ കാര്യമില്ലേ, അത് നമുക്ക് ശരിയാക്കാന്നേ. എങ്ങനെയുണ്ട് ഐഡിയ? എന്നെ കൊലയ്ക്ക് കൊടുത്തേ നീ അടങ്ങൂ. എടാ, നമ്മൾ ഇവിടെ വന്നത് ഉണ്ടായ പ്രശ്നം പറഞ്ഞു തീർക്കാനാ, പുതിയ പ്രശ്നം ഉണ്ടാക്കാനല്ല. നീ അതിന്റെ പാടാ, ഞാൻ പോവുക. ചക്കരക്കുട്ട, പാവന്റെ പൊന്നെ. അണ്ണൻ നിങ്ങളെ വിളിക്കുന്നു. സഹിക്കുന്നതിന്റെ മാക്സിമം. പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല.